ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സംശയമാണ്, സ്വർഗമുണ്ടോ നരകമുണ്ടോ. ഒരു സംശയവും വേണ്ട, സ്വർഗവും ഉണ്ട് നരകവും ഉണ്ട്. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ നേരെ ആശുപത്രിയിൽ തന്നെയാണ് പോകുന്നത്. ആശുപത്രി എന്ന് പറയുന്നത് സ്വർഗമായിട്ട് ആരും ഇന്നോളം കണ്ടിട്ടില്ല. ആശുപത്രി നരകം തന്നെയാണ്. അപ്പം നരകമുണ്ട്. ആശുപത്രിയിൽ കിടക്കാതെ വീട്ടിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ആ വീട് നമുക്ക് സ്വർഗം തന്നെയാണ്. അപ്പോൾ സ്വർഗമുണ്ട്, സ്വർഗവും ഉണ്ട് നരകവും ഉണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ സ്വർഗവും നരകവും ഉണ്ട്, ഉറപ്പാണ്. 14 ലോകങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ ഈശ്വരനുമായിട്ടൊരു ബന്ധം വേണം. നമ്മുടെ ഉള്ളിൽ ഈശ്വരീയം ഉണ്ടായാൽ നമുക്കിതെല്ലാം മനസ്സിലാക്കി തരും ഭഗവാൻ. ഭഗവാന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഏറ്റവും അധികം ഇഷ്ടം. മനുഷ്യർക്ക് മാത്രമേ അറിവുള്ളൂ. എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജീവികൾക്കും ഈശ്വരാംശങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ ചൈതന്യം ഉണ്ടെങ്കിലും മനുഷ്യർക്കുള്ളതുപോലെ മനുഷ്യർക്ക് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് പോലെ ആർക്കും കൊടുത്തിട്ടില്ല. അറിവെന്ന വലിയ മഹത്തരമായ കാര്യം നേടാനുള്ള ബുദ്ധിയും ഭഗവാൻ കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്ക് തന്നെയാണ്. അവരത് ഉപയോഗപ്പെടുത്തുന്നതിനനുസരിച്ചിരിക്കും ഭാഗ്യവും ഫലവും. എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും. സ്വർഗവും നരകവും ഉണ്ട്. സ്വർഗത്തിനെ സൃഷ്ടിക്കണോ നരകത്തിനെ സൃഷ്ടിക്കണോ എന്ന് തീരുമാനിക്കാനുള്ള വിവേകവും മനുഷ്യർക്ക് തന്നെയാണ്. ഭഗവാനെ കൂട്ടുപിടിച്ച് സന്തോഷത്തോടെ പോയാൽ നമുക്ക് സ്വർഗീയ ജീവിതം ഉണ്ടാക്കാൻ പറ്റും. സ്വർഗീയ ജീവിതത്തോടു കൂടി സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഭാഗ്യവും ഭഗവാൻ തരും. നേടിയെടുക്കുക. ഈശ്വരന് മാത്രമേ അത് തരാൻ പറ്റുള്ളൂ. ഈശ്വരൻ തന്നിരിക്കും. നേടാൻ കഴിയും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരം